നോയമ്പിൻ്റെ അനുഗ്രഹകരമായ 11-ാം ദിനത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ നമ്മളെ ആവശ്യിച്ച് ഇവിടെ കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയാം. 56-ാമത്തെ സങ്കീർത്തനം, 57-ാം സങ്കീർത്തനം നമ്മളിന്ന് വായിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. എല്ലാവരും അന്നേരം ഇല്ലായിരുന്നുകൊണ്ട് ഒരിക്കൽ കൂടി അത് വായിക്കുകയാണ്. 57-ാം സങ്കീർത്തനം സാറിന് വായിച്ചാട്ടെ. 57-ാമത്തെ സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ കൃപ വരുന്ന വഴികളെക്കുറിച്ച് സൂചനയുണ്ട്. കൃപ നിറഞ്ഞ മറിയാമിൻ്റെ വചനിപ്പ് പെരുന്നാൾ കഴിഞ്ഞ്, യോഹന്നാസ്നാവിൻ്റെ ജന്മപ്പെരുന്നാൾ കഴിഞ്ഞ് കർത്താവിന് ജന്മപ്പെരുന്നാളായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കൃപയെക്കുറിച്ച് പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന കാര്യം ഇന്ന് പ്രസക്തമായതുകൊണ്ട് 57-ാമത്തെ സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ച് ആ സങ്കീർത്തനം പാട്ടായിട്ട് പാടാൻ സാധിക്കുന്നതാണ്. ഈ സങ്കീർത്തനങ്ങൾക്ക് മുഴുവൻ ട്യൂണുണ്ട്. നമുക്കറിയാൻ പാടില്ലെന്നേ ഉള്ളൂ. ആത്മാവിലായാൽ നമുക്ക് ഇത് പാടാൻ സാധിക്കും. അങ്ങനെ ഞാനൊരു ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ 57-ാമത്തെ സങ്കീർത്തനം പാട്ടായിട്ട് ഒരാൾ പാടുന്നത് കേട്ടു. എന്നിട്ട് ധ്യാനം പ്രസംഗം നടത്തുന്നതൊക്കെ ഉണ്ടായി. നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. 57-ാമത്തെ സങ്കീർത്തനം വായിച്ചു കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും എല്ലാം പുസ്തകങ്ങളോട്ട് നോക്കാം. പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന കാലത്തിൽ ദാവീദ് ശൗലിന്റെ മുമ്പിൽ നിന്നും ഭൂമിയിലേക്ക് ഓടിപ്പോയ കാലത്ത് ശ്രമിച്ചതാണ് ഈ കാലം. ഇപ്പം നമ്മളിങ്ങനെ പല സ്ഥലത്തേക്ക് ഓടിപ്പോകേണ്ടി വരും, സ്വസ്ഥതയില്ലാതെ പല സ്ഥലത്ത് അലയേണ്ടി വരും. അന്നേരം ദൈവത്തിൻ്റെ കൃപയുണ്ടാകാൻ ഈ പ്രാർത്ഥന ഉതകും എന്നുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് ചൊല്ലിത്തന്നാട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റു പറയാം. ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു. അത്യനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദൈവം വിശ്വസതയും അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. അഗ്നിജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. കല്ലുകൾ കുന്തങ്ങളും വസ്ത്രങ്ങളും നാവുമൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യോത്തരന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. സർവഭൂമിയിലും പരക്കട്ടെ, എന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അവർ എന്റെ കാലുകൾക്ക് ഒരു വല വിരിച്ചു. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു. അതിൽ അവർ തന്നെ വീണു. എന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. ദൈവമേ എന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരമേ ഉണരുവേൻ. ഞാൻ അതിരാവിലെ ഉണരും. യഹോവേ ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജനതകളുടെ മധ്യേ ഞാൻ കീർത്തനം ചെയ്യും. ആകാശത്തോളവും എന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതല്ലോ. ദൈവമേ നീ ആകാശത്തിന് മീതെ വേർതിരിക്കണമേ. സർവഭൂമിയിലും പരക്കട്ടെ. ദൈവമേ യോഗ്യമാകുന്നു പാർക്കുമോ. ഈ 57-ാമത്തെ സങ്കീർത്തനം കർത്താവ് 30 വർഷം ആവർത്തിച്ച് ചൊല്ലിയ സങ്കീർത്തനമാണ്. മാതാവും കർത്താവും എല്ലാ ദിവസവും ഈ സങ്കീർത്തനങ്ങൾ പാടുമായിരുന്നു. അത് കർത്താവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകാൻ പോകുന്നതായിരുന്നുകൊണ്ട് കർത്താവ് വാർത്തയോടെ അവ വായിച്ചു. ഈ 57-ാം സങ്കീർത്തനം
മാതാവിനും കർത്താവിനും വളരെ ആശ്വാസം നൽകിയ സങ്കീർത്തനമാണ്. 57 സങ്കീർത്തനത്തിൽ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറയുന്ന സങ്കീർത്തനമുണ്ട്. കൃപയെ കരുണയും ഇവിടെ ഒന്നായിട്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. പഴയ വേദപുസ്തകത്തിൽ കരുണയ്ക്ക് പകരം കൃപയെന്ന് എഴുതിയിരിക്കുന്നു. ആണോ? പഴയ വേദപുസ്തകം നിങ്ങളിലുണ്ടോ? നോക്കിയാട്ടെ. പഴയ 57 സങ്കീർത്തനത്തിൽ എങ്ങനെയാ തുടങ്ങുന്നത് നോക്കി, എന്നോട് കൃപയുണ്ടാകണമേ. അപ്പോൾ കൃപയും കരുണയും പര്യായ വാക്കുകളായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുക. പക്ഷേ കൃപയ്ക്കും കരുണയ്ക്കും വ്യത്യാസമുണ്ട്. കൃപയും കരുണയും വേണമെന്നുള്ള 51 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും രണ്ടല്ലേ? ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണം. അപ്പൊ ഇന്നലത്തെ നമ്മുടെ വിഷയം കരുണയായിരുന്നു. ശകലം കൂടെ പുറകോട്ട് പോവുക. കരുണ കിട്ടണമെങ്കിൽ കൃപ വേണം. കൃപ കിട്ടണമെങ്കിൽ ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കണം. അപ്പൊ ഇതെല്ലാം പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ച കരുണ കിട്ടണമെങ്കിൽ കൃപയും കൂടെ കിട്ടണം. അപ്പൊ 57 സങ്കീർത്തനക്കാരൻ കൃപ വേണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഇവിടെ 57 സങ്കീർത്തനക്കാരൻ കരുണ വേണമെന്ന് പറയുന്നു, അത് കൃപ വേണമെന്നും പറയുന്നവരുണ്ട്. ഇപ്പോൾ പലരും ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഈ പരിഭാഷയിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് പറഞ്ഞത്. ഒരു പരിഭാഷയിൽ കരുണയെന്ന് പറയുന്നു, വേറെ പരിഭാഷയിൽ കൃപയെന്ന് പറയുന്നു. എന്നാൽ ഇത് രണ്ടും സ്വല്പം അപ്പോൾ പരിഭാഷകളിൽ ചില അർത്ഥത്തിന്റെ ചോർച്ചകളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് മൂലഭാഷയിൽ നിന്ന് പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പരിഭാഷകരുടെ പരിമിതി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് മൂലഭാഷകളുടെ പഠിക്കണമെന്ന് പറയുന്നത്. ഇത് ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ എഴുതപ്പെട്ട പുസ്തകം വേദശാസ്ത്രജ്ഞന്മാർ മൂല ഭാഷയോട് പഠിച്ചിട്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ 57 സങ്കീർത്തനത്തിൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചത് കൃപയും കരുണയും അടുത്തടുത്ത അനുഭവങ്ങളാണ്. പക്ഷേ രണ്ട് അനുഭവമാണ്. നമുക്ക് കൃപ വേണം. അപ്പൊ ഇന്നത്തെ വിഷയം കൃപയാണ്. അപ്പൊ കൃപയിൽ കൂടെ കരുണയിലേക്ക് എങ്ങനെയാ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അങ്ങനെ കരുണയും കൃപയും കിട്ടുകയാണെങ്കിൽ നമ്മളെ വിഴുങ്ങിക്കളയാൻ ഭാവിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് ദൈവത്തിന്റെ ചറയിൽ ശഭയം പ്രാപിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് നമ്മൾ വിഴുങ്ങിക്കളയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരുമ്പോൾ മാതാവിനും കർത്താവിനും അങ്ങനത്തെ അനുഭവം ഉണ്ടായി. അത് നമുക്ക് വേണ്ടി കുരിശ് വഹിക്കാൻ വന്നുകൊണ്ടാണ് അനുഭവം ഉണ്ടായത്. അപ്പൊ കുരിശിന്റെ ഒരു അനുഭവമാണ് ഏതാ? 3-ാം വാക്യത്തിൽ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ചിറകിന്റെ കാര്യം പറയുന്ന എവിടെയാ? ഇനി നമുക്ക് ഇനി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ 8-ാം വാക്യത്തില 57 എവിടെയാ പറഞ്ഞിരിക്കുന്നത് ചിറകിന്റെ കാര്യം? 1-ാം വാക്യത്തിൽ തന്നെയുണ്ട്. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നിന്റെ ചിറകിന്റെ കീഴിൽ ക്ഷണം പ്രാപിക്കും. അപ്പൊ ദൈവത്തിന് ചിറകുണ്ടെന്നാ പറയുന്നത്. ആ ദൈവത്തിന്റെ ചിറക് ഏതാ? സംരക്ഷണത്തിന്റെ. ഒരു പക്ഷിയുടെ ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. ഒരു തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഉള്ളിൽ മറയ്ക്കുന്ന പോലെ ദൈവം തന്റെ കരുണയിലും സ്നേഹത്തിലും സംരക്ഷണ വലയത്തിലും വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി പൊത്തിപ്പൊതിഞ്ഞു വെക്കുന്ന പോലെ ദൈവം തന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും പൊത്തിപ്പൊതിഞ്ഞു വെക്കാൻ തയ്യാറാണ്. നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും നമ്മളെ കുത്താനെ പിടിക്കാനോ വന്ന ഉടനെ അങ്ങോട്ടല്ല നോക്കേണ്ടത്. എങ്ങോട്ടാ നോക്കേണ്ടത്? കർത്താവേ തേണ്ട എന്നെ കുത്താൻ വരുന്നു, ഞാൻ നിന്റെ ചിറകിന്റെ അടുത്തോട്ട് വരിക. ഇപ്പോ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങനെ സന്തോഷമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് തള്ള ഇങ്ങനെ മാന്തി കൊടുക്കും, കുഞ്ഞുങ്ങള് കൊത്തി തിന്നും. അപ്പൊ ഒരു പരുന്ത് വരുവാണ് എന്നാ ചെയ്യും? പരുന്ത് വന്നാൽ ഉടനെ കുഞ്ഞുങ്ങളെല്ലാം ഓടിച്ചെന്ന് ചിറകിന്റെ കീഴെ കീറും എന്ന് പറഞ്ഞ പോലെ ഏത് ആപത്ത് വന്നാലും ഉടനെ എങ്ങോട്ട് ഓടണം? ചിറകിന്റെ കീഴിലോട്ട് ഓടിക്കണം. ചില കോഴിക്കുഞ്ഞുങ്ങൾ തലയുടെ മെയ്ത്ത് കയറാം, തലയുടെ മുകളിൽ ചില തക്കാരികളായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് പോയി പുറത്ത് കയറിയിരിക്കും. പുറത്ത് കയറിയിരിക്കുന്ന കോഴിക്കുഞ്ഞിനെ ആര് കൊണ്ടുപോകും? പരുന്ന് കൊണ്ടുപോകും. മനസ്സിലായി? അപ്പം നമ്മൾ ആശ്രയിക്കാതെ തള്ളയുടെ മുകളിൽ കയറാൻ ശ്രമിക്കരുത്, കീഴേ കയറാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ അതുകൊണ്ട് കർത്താവ് ഞാൻ ഈ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കർത്താവിന്റെ ചിറകിന്റെ ഉള്ളിലോട്ട് കയറിക്കണം, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു പറയും. അങ്ങനെ ഇപ്പൊ കൃപ വന്നിട്ട് നമുക്ക് ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം കൃപയുടെ ചിറകിൽ മറിഞ്ഞിരിക്കാൻ സാധിക്കും. ഈ കൃപയെക്കുറിച്ച് വേദോസ്തവത്തിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ നമുക്ക് ആഴമായിട്ട് പഠിക്കണം. ഈ 57-ാമത്തെ സങ്കീർത്തനം പാട്ടായിട്ട് പാടിയത് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചതിന് ശേഷം കുർബാനയിലേക്ക് പ്രവേശിക്കും. കുർബാന കഴിഞ്ഞ് ഈ കൃപയുടെ ആഴമേറിയ പല ഇണവാക്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. അതിനുവേണ്ടി ഇപ്പോൾ സ്വല്പസമയം നമ്മൾ മൗനമായിട്ടിരിക്കുകയാണ്.
ഈ സമയത്ത് അതിനായിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യാം. മൗനമായിട്ടിരുന്നാട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുള്ള കൃപയെക്കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുന്നു. പുസ്തകമുള്ളവർക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ ആദ്യം വായിക്കുന്നു. ദൂതൻ അവളോട്, മറിയാമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേര് വിളിക്കണം. അപ്പോൾ യേശു എന്ന് പേര് വിളിക്കപ്പെടുന്ന ആ രക്ഷകൻ കൃപ നിറഞ്ഞ മറിയത്തിനാണ് ലഭിച്ചത്. അതേ കൃപ നമുക്ക് ലഭിച്ചാൽ നമുക്ക് യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ വളരുവാൻ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ സാധിക്കും. മറിയാമിന് കിട്ടിയ കൃപ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും കർത്താവ് ജനിച്ചു വളരും. അപ്പോസ്തലനായ പൗലൂസിനെ ഈ കൃപ കിട്ടിയത് പെന്തിക്കോസ്ത് കഴിഞ്ഞൊരു 8 കൊല്ലം കൂടെ കഴിഞ്ഞാൽ. നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താണെന്ന് ചോദിച്ച് ഒരു നട്ടുച്ചയ്ക്ക് കുതിരപ്പുറം താഴെ തള്ളിയിട്ട് കണ്ണും പൊട്ടിച്ച് അകത്തെ കണ്ണ് തുറന്നിട്ട് ഈ കർത്താവിനെ കാണിച്ചു കൊടുത്തു. അകത്തെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ തൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പരീക്ഷ ഭക്തിയോടെല്ലാം യാത്ര പറഞ്ഞു. അതിനൊരു അന്തം വന്നു. ദാനമായി കൃപ ലഭിച്ചപ്പോൾ അവൻ യേശുവിനെ കണ്ടു. യേശുവിനെ ഉള്ളിൽ മാതാവിന് കിട്ടിയ പോലെ തന്നെ ഈ പൗലോസിനും കിട്ടി. അത് കഴിഞ്ഞാട്ട് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, എന്നിൽ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ. ഗലാത്യ 2:20 നോക്കിയാട്ടെ. അപ്പം ഇതുപോലെ നമ്മുടെ ഉള്ളിൽ യേശു ജീവിക്കുന്നുണ്ടോ? ഇപ്പോൾ നോക്കിയാട്ടെ അകത്തുണ്ടോന്ന്. ഗലാത്യ 2:20 വായിച്ച് നോക്കിയാട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപയുണ്ടെങ്കിൽ ഈ അത്ഭുതം നമുക്ക് നടക്കും. 2:20 വായിച്ച്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. എല്ലാവർക്കും ചേർന്ന് പറഞ്ഞാട്ട്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പൗലൂസിന് ആ ധൈര്യം ഉണ്ടായിരുന്നു. നമ്മൾ എത്ര നാളായി ക്രിസ്മസ് ആഘോഷവും പള്ളിയിൽ പോകും, നോയമ്പും പ്രാർത്ഥനയും ധ്യാനവും എന്ന് പറഞ്ഞിട്ട് ഈ ധൈര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതിനുവേണ്ടി അത് കൃപ അറിയാമെങ്കിൽ നമുക്ക് യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതും വളരുന്നതും അറിയാൻ സാധിക്കും. അപ്പം മറിയാമിന് കൃപ ലഭിച്ചു. കന്യകയായിരുന്നുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അകത്ത് ജനിച്ചു. കുഞ്ഞ് വളരുന്നത് തനിക്കറിയാമായിരുന്നു. നമുക്ക് ആ ലാക്കോടെ ഈ നോമ്പിൻ്റെ 13ാമത്തെ ദിവസമെങ്കിലും ഈ അകത്തുള്ള കുഞ്ഞിനെ ഒന്ന് തിരിച്ചറിയാനൊക്കെ നമുക്ക് നോക്കാം. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിന് 40-ാം വാക്യം എടുത്താട്ടോ. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഈ കുഞ്ഞിനെ ബേത്ലഹേമിൽ പ്രസവിച്ച ശേഷം 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവൻ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപ ദൈവത്തിൻ്റെ കൃപ മറിയാമിന് ലഭിച്ചപ്പോൾ മറിയാമിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ജനിച്ചു. ആ കൃപയിൽ രണ്ടുപേരും വളർന്നപ്പോൾ 40ാമത്തെ ദിവസത്തിൽ പള്ളിയിൽ ചെന്നപ്പോൾ ആ ശിമിയ കുഞ്ഞിനെ കാണാൻ വന്നു. അതുപോലെ നമ്മുടെ യേശു കുഞ്ഞിനെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ക്രിസ്തുമസിന് പള്ളിയിൽ പോയതില്ലേ? ഏതെങ്കിലും ദിവസം എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് യേശു കുഞ്ഞിനെ കാണാൻ വന്നാന്ന് പറഞ്ഞാലും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ കുഞ്ഞ് എങ്ങനെ വളരണം? കൃപയിൽ. അപ്പൊ യേശു കുഞ്ഞിനെ കൃപയിൽ വളർന്നു, മാതാവും കൃപയിൽ വളർന്നു. നമുക്ക് ഈ ഇന്നത്തെ കൃപ ഇതിനു വേണ്ടിയാണ്. ജ്ഞാനം നിറയണതിന് ജ്ഞാനസഖിയുടെ വെളുപ്പിനെ ഇരിക്കണം. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെടണം, കൃപ ഉണ്ടായിരിക്കണം. ഇനി ഒരു വാക്യം കൂടെ പറയുക. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 62-ാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നു? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിലും. അപ്പൊ അങ്ങനെ 2 തരം കൃപയുണ്ട്. മനുഷ്യരുടെ കൃപ, ദൈവത്തിന്റെ കൃപ. ഈ കൃപ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപ കൂടെ കിട്ടിയാലേ നമുക്ക് വളരാനൊക്കെ ഉള്ളൂ. യേശു കുഞ്ഞിനും വളരാനൊക്കെ ഉള്ളൂ. അപ്പൊ മാമോദിസായിൽ യേശു ഒന്ന് ജനിച്ചത് നമ്മുടെ അകത്ത്. ആ യേശു കുഞ്ഞ് മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിലാണോ ഇത്രയും നാളും വളർന്നത്? അതെ, മനുഷ്യന്റെയും ദൈവത്തിന്റെയും കൃപയിലേ നമുക്ക് യേശു ഈ പൂർണ്ണ പ്രായപൂർത്തിയാക്കാനൊക്കെ ഉള്ളൂ. പ്രായപൂർത്തിയായതിന് ശേഷമാണ് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിക്കുന്ന അപ്പച്ചന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ.
അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇനി നീ എൻ്റെ പ്രിയപുത്രിയാടി, നീ എൻ്റെ പുത്രനാടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് മടി വെച്ചിട്ടുണ്ടോ? സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ എടുത്ത് മടി വെച്ചിട്ട് നീ എൻ്റെ പ്രിയമകനാ പ്രിയമകളാണെന്ന് പറയണം, തലോടണം, ആശ്ലേഷിക്കണം, ഉമ്മ വെക്കണം. അതാണ് നമ്മുടെ ലാക്കത. ഇന്നത്തെ കുർബാന അതിന് വേണ്ടിയാണ്. അപ്പോൾ മാതാവിന് കൃപ നിറഞ്ഞ യേശുവിനെ ഗർഭം ധരിക്കാൻ സാധിച്ചു. 40 ദിവസം കൃപയിൽ നിറഞ്ഞ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോകാൻ സാധിച്ചു. മാതാവിനും ആ കൃപയുണ്ടായിരുന്നു. ആ കുഞ്ഞിങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ആ വളർച്ച പൂർത്തീകരിക്കാൻ, അതിൻ്റെ വളർച്ച മുടക്കികൾക്ക് പകരം കൊടുക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചു. കൃപയും കരുണയും കിട്ടാനുള്ള വ്യവസ്ഥകൾ നമ്മൾ ഇനിയും പാലിക്കാനുണ്ടോ എന്നും പരിശോധിക്കുക. പ്രാർത്ഥന ദൈവസ്ഥനിലെത്തി. പക്ഷേ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കുമ്പോൾ അത് പൂർണ്ണമായി നമ്മളിലേക്ക് വരികയാണ്. കൃപ പൂർണ്ണമാകണമെങ്കിൽ സ്നേഹം പൂർണ്ണമാകണം. എഫേസ്യർ 6:24 കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപ ഇരിക്കുമാറാകട്ടെ. പൗലോസ്ലീഹയുടെ ആശംസ ഒരു വ്യവസ്ഥയോടുകൂടിയാണ്, അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ. അക്ഷയ സ്നേഹം ഉണ്ടാകുന്നത് എല്ലാം ചോദിച്ചു ചെയ്യുമ്പോഴാണ്. കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവരെന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 14:21. എല്ലാ കാര്യം ചോദിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ടെ. ഓർമ്മ വെച്ച കാലം തൊട്ട് എന്തെല്ലാം കാര്യം നമ്മൾ ചെയ്തു? എല്ലാം ചോദിച്ചാണോ? അപ്പോൾ സ്നേഹക്കുറവില്ലേ? ആ സ്നേഹക്കുറവ് കൂടെ ആര് കയറും? പിശാച് കയറും. പിശാച് എന്ന് പറയുന്നത് അവർക്ക് വലിയ സ്നേഹമൊന്നുമില്ല, അവർ തന്നെ തന്നിഷ്ടം കാണിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കാതെ ചെയ്ത കാര്യങ്ങളെല്ലാം അനുസരണക്കേടും സ്നേഹക്കുറവും തന്നിഷ്ടവും ധിക്കാരവും അഹങ്കാരവും ഒക്കെയാണ്. അതിന് ക്ഷമ ചോദിക്കുക. കർത്താവ് ഇനി ഞാൻ നിന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യുക. എന്നാൽ തീരുമാനം എടുത്താൽ മതി. അപ്പോൾ കർത്താവ് ക്ഷമിക്കും. കർത്താവ് ക്ഷമിക്കുമെന്ന്. കർത്താവ് കരുണയും കൃപയുള്ള ആളാണ്. കരുണയുണ്ടാവണം, കൈവിടലെന്നായി പറഞ്ഞ മുഴുവനും. പക്ഷെ ഞങ്ങൾ നിന്നെ വിഷമിപ്പിച്ചത് ഇതാണ്. നിന്നോട് ചോദിക്കാതെ ഞങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുമുണ്ട്. മറ്റുള്ളവർ ഞങ്ങളോട് ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ നേരിട്ട് തന്നെ അതിന് കർത്താവിനോട് പറയാതെ ഞങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു, തിരിച്ചടിച്ചു. അത് ചോദിച്ചാണോ? അല്ല, കർത്താവിനോട് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം, നീ അവിടെ ഇരുന്ന് ഞാൻ ആ കാര്യം നോക്കിക്കോളാം. അപ്പോൾ കർത്താവ് കഴിഞ്ഞ് ഭംഗിയായിട്ട് കാര്യം ചെയ്തേനെ. നമ്മൾ ചെയ്ത് അങ്ങനെ ഒരു കേസും കൂടി ഉണ്ടാകുന്നേ ഉള്ളൂ. അതെൻ്റെ കുഴപ്പം. അതുകൊണ്ട് യേശുവിനോട് ചോദിക്കാതെ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചാൽ ഈ നോയമ്പിൻ്റെ 11-ാം ദിനം വരെയുള്ള നോമ്പ് അതിനുതകട്ടെ, ഇനിയുള്ള ശേഷിക്കുന്ന നോമ്പും കൂടെ അതിന് പ്രായശ്ചിത്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൃപയുടെ കാര്യം അങ്ങനെ മനസ്സിലായി. പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിൽ മാത്രമേ എല്ലാം ചോദിക്കാനും പറയാനും ഒക്കെയുള്ളൂ. ദൈവത്തോട് സംസാരിക്കണമെങ്കിലേ സ്വർഗത്തിലെ സിം കാർഡിൻ്റെ ഒരു മൊബൈൽ ഫോൺ വേണ്ടേ? ആ മൊബൈൽ ഫോൺ കയ്യിലുണ്ടോ? സ്വർഗത്തിലെ ഫോൺ നമ്പർ അറിയാമോ? അറിയാൻ പറ്റില്ലേ? പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? അപ്പോൾ സ്വർഗത്തിലെ സിം കാർഡിനകത്ത് സ്വർഗവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പർ പഠിക്കണം. പരിശുദ്ധ കന്യാമറിയാമൻ ആ നമ്പർ കിട്ടി. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ ചാനെ കിട്ടി, കൃപ കിട്ടി, കൃപ നിറഞ്ഞു. പഴയ നിയമത്തിലെ വചനം മുഴുവൻ ഇണചേർത്തങ്ങ് ചിന്തിച്ചു പ്രാർത്ഥനയാക്കി. അതാണ് മറിയാമിൻ്റെ പ്രത്യേകത. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിലെ പ്രവചനങ്ങൾ മുഴുവനും വായിച്ചിട്ട് അത് നടപ്പിലാകണം എന്ന് പറയും. ആ വചനമായിരുന്നു മാതാവിൻ്റെ ഹൃദയത്തിലെ എല്ലാ വചനങ്ങളും. യെശയ്യാ 34:16 വായിച്ചപ്പോഴത്തേക്ക് എല്ലാ വാക്യത്തിനും ഇണയുണ്ടെന്നും മനസ്സിലായി. 34:16 നോക്കിയാട്ടെ. എല്ലാ വാക്യങ്ങൾക്കും ഇണയുണ്ട്. ഇണ വിരിച്ചിട്ടിരിക്കുക. ഇണ ചേർക്കുന്ന പരിപാടി നമ്മുടെ ചുമതലയുമാണ്. നമുക്കൊരു പണിയുണ്ട് വേദോസം വായിക്കുമ്പോഴേ. അപ്പോൾ ഇണ വിരിഞ്ഞ് കിടക്കുന്ന വാക്യങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് കിടക്കുക, എൻ്റെ ഇണയെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വായിക്കുന്നവരുടെ ചുമതല ഇണ ചേർക്കുക എന്ന് പറയും. മനസ്സിലായോ? മറിയാമിൻ്റെ പണി ഇതായിരുന്നു. ഒരു വാക്യം വായിച്ചിട്ട് അതിന് ഇണ തപ്പി പിന്നെ വായിക്കും. ഏതാ? ഉൽപ്പത്തി 3:15 വായിച്ചപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ ചതിക്കും. ആ സ്ത്രീ ഏതാ കർത്താവേ? ഏത് സ്ത്രീയാ? ആ സ്ത്രീ എനിക്കൊന്ന് കാണിച്ചു തരണോ എന്ന് പറഞ്ഞ് തപ്പോട് തപ്പി വേദോസം മുഴുവൻ വായിക്കുക. അപ്പോൾ യെശയ്യാ 7:14 വന്നപ്പോൾ അത് കന്യകയാണ്. ആ സ്ത്രീ ആ കന്യകയാണോ? അപ്പോൾ അത് ഏത് കന്യകയാ എന്ന് ചോദിച്ചതിന് പ്രാർത്ഥനയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീയാണ് ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. കന്യകയായിരുന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വചനത്തെ ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ട് അവൻ പോയി പിശാചിന് തല ചതിക്കും. അതും നടക്കണമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതാ 2 ഇണവാക്യങ്ങൾ. ഏതാ? ഉൽപ്പത്തി 3:15 യെശയ്യാ 7:14 കൂടെ ചേർത്തപ്പോൾ ഇണവാക്യമായി. ഇത് രണ്ടും കൂടെ ചേർത്തപ്പോൾ പ്രാർത്ഥനയുടെ രൂപം മാറി. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ സ്ത്രീ എന്നാ പറഞ്ഞത്. അപ്പോൾ സ്ത്രീ ഏതാണെന്ന് ചോദിച്ചുള്ള പ്രാർത്ഥനയായി. യെശയ്യാ 7:14 വന്നപ്പോൾ അയ്യോ അത് കന്യാസ്ത്രീയാണല്ലോ. അതായത് ആ കന്യാസ്ത്രീ, അങ്ങനെ ഒരു കന്യാസ്ത്രീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചപ്പോൾ മാലാഖ വന്ന് നീ തന്നെയാണ് കന്യക,
നീ തന്നെയാ സ്ത്രീയെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണോ, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഭവിച്ചോട്ടെ. അതും വീണ്ടും പ്രാർത്ഥനയാക്കി. അപ്പോൾ ഇതെല്ലാം സ്നേഹമാണ്, വചനത്തോടുള്ള സ്നേഹം. വചനത്തിങ്കിൽ വിറയ്ക്കുന്നതിനെ ദൈവം കടാക്ഷിക്കുന്നൊരു വചനമുണ്ട്. യെശയ്യാ 66 ദൈവവചനം വായിച്ചിട്ട് വിറയ്ക്കണം, ഭയപ്പെടണം. അയ്യോ ഇത് നടക്കുന്നില്ലല്ലോ, നടക്കണമല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞൊരു പേടിയുണ്ടോ? സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയുള്ള പേടിയാവും, വിറയില്ല. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അങ്ങനെയൊന്ന് വിറയ്ക്കാമെങ്കിൽ കടാക്ഷം ഉണ്ടാവും. കടാക്ഷം ഉണ്ടായതിനകത്ത് കൃപയും കാണും, കരുണയും കാണും. കൃപയുടെയും കരുണയുടെയും കടാക്ഷം ഉണ്ടായാൽ മതി, കാര്യമെല്ലാം നടക്കും. ഇച്ഛിക്കുന്നവനാലും അല്ല, ഓടുന്നവനാലും കരുണ തോന്നിയിരുന്നാൽ സകലവും സാധിക്കും. വേറെ ഇണവാക്യം, കരുണയുടെ വേറെ ഇണവാക്യം അതേതാ? റോമർ 9:16. റോമർ 9:16 എല്ലാ കാര്യവും സാധിക്കണമെങ്കിൽ എന്നാ വേണം? കൃപയും കരുണയും വേണം. ജോലിയില്ലാത്തവർക്ക് ജോലി, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം, വീടില്ലാത്തവർക്ക് വീട്, സമാധാനം ഇല്ലാത്തവർക്ക് ഇതൊക്കെ വേണമെങ്കിൽ എന്നാ വേണം? കരുണ വേണം. കരുണ വേണമെങ്കിൽ എന്നാ ചെയ്യണം? യെശയ്യാ 55 ഇന്ന് വായിച്ചു. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികിട്ടേയും വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയാമെങ്കിൽ കരുണ. ഈ വ്യവസ്ഥകളൊക്കെ പാലിക്കാവും, കരുണയും കൃപയും ഒഴുകിഞ്ഞ് വരും. നമുക്കും യേശു കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മയാകാൻ സാധിക്കും. യേശു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ മതി. ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി മാറിയാൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രാണക്കുട്ടി ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് യേശുവിനെ പ്രസവിക്കുന്ന സ്ത്രീയാകാൻ കഴിയും. അപ്പം നമ്മുടെ പ്രാണക്കുട്ടി കന്യാസ്ത്രീ അമ്മയായോ? കൃപയെന്നറിയാമെങ്കിൽ നമ്മുടെ പ്രാണക്കുട്ടികൾക്ക് കന്യാസ്ത്രീ അമ്മ ആകാൻ സാധിക്കും. കന്യയായിരുന്നുകൊണ്ട് തന്നെ യേശു കുഞ്ഞിനെ പ്രസവിക്കാം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാക്കണം. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിന്ന് കേട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് കൃപയിൽ നിറയാമെങ്കിൽ യേശു കുഞ്ഞിനെ നമുക്ക് ഗർഭം ധരിക്കാൻ സാധിക്കും. ആ കൃപ വളരാൻ സാധിക്കും. ആ കൃപ എന്നും ആവശ്യമാണ്. അങ്ങനെ വേദോത്സവത്തിൽ കൃപയെക്കുറിച്ച് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പരാമർശമുണ്ട്. വേദോത്സവം അവസാനിക്കുന്നത് കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ നോക്കി, വെളിപ്പാടിൻ്റെ അവസാനത്തെ വാക്യത്തിനകത്ത് കൃപയുണ്ട്. നോക്കിയേ വേദോത്സവം അവസാനിക്കുന്നത് കൃപ പറഞ്ഞുകൊണ്ട്, കൃപയുടെ കാര്യം പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കി. ഏറ്റവും അവസാനത്തെ വാക്യം എന്നതാ? ഇരിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിച്ചിട്ടുണ്ടോ? ഈ കൃപയുടെ തുടക്കം എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? കൃപ ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഒത്തിരി കൃപയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അത് ഇണവാക്യങ്ങളാണ്. ഒരു ഹോംവർക്ക് തരിക. ഏതായാലും നോമ്പുകയില്ലേ, വേദോത്സവം വായിക്കുകയാണെങ്കിൽ വേദോത്സവത്തിൽ എത്ര പ്രാവശ്യം കൃപയെക്കുറിച്ച് പരാമർശമുണ്ട്? ഒരു റിസർച്ച്, ഒരു ഗവേഷണം നടക്കട്ടെ. അപ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഒന്ന് വായിക്കുന്ന എന്തിനാ? കൃപയെക്കുറിച്ചുള്ള പരാമർശം കണ്ടെത്തിയിട്ട് അതിലെല്ലാം കൂടെ ഇണചേർക്കുമ്പോൾ ഒത്തിരി സന്ദേശം കിട്ടും. ഇന്ന് തൊട്ട് പണി ചെയ്യുക. അപ്പോൾ ദിവസം ഇരിക്കുമ്പോൾ മെനക്കേട് വരികയില്ല, മടുപ്പ് വരികയില്ല. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, കൃപയെ തപ്പി പോവുക. എപ്പോഴൊക്കെ ആർക്കെല്ലാം കൃപ കിട്ടി, എനിക്ക് ഈ കൃപ കിട്ടാൻ എന്നൊക്കെ ചെയ്യണം. കൃപയും കരുണയുമായി മാറാൻ ഞാൻ ഏതെല്ലാം ദുഷ്ടവഴി ഉപേക്ഷിക്കണം, ഞാൻ ഏതെല്ലാം കാര്യം കർത്താവിൻ്റെ ഇനിയും ചോദിക്കണം, ഏതെല്ലാം കാര്യം ചോദിക്കാതെ പോയി ഇതെല്ലാം ചോദിച്ചുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ ജ്ഞാനസഖിയോടൊപ്പം കിട്ടുന്ന സമയത്തിലായിരിക്കാമെങ്കിൽ എല്ലാ കാര്യവും കൃപയാൽ കരുണയാൻ സാധിക്കും. ഇന്നത്തേക്ക് ഇത്രയും മതി. ഈ പടിയർ സാറെന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത പ്രതിനിധിയായിട്ട് കേട്ട വചനം ഒരു പ്രാർത്ഥനയാക്കി മാറ്റിക്കാം.